അസ്സലാമു അലൈക്കും. ലൈഫിൽ നിങ്ങൾ ഗ്രോത്തിനെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ഫാക്ടേഴ്സ് എന്നല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ലൈഫിൽ നിങ്ങളെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്നുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ തന്നെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് വളരാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ കുറേ ബാരിയേഴ്സ് നമുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പ്രൈവറ്റ് സ്കൂളിലൊക്കെ നമുക്ക് അവിടുത്തെ ഒരു ടീച്ചേഴ്സിൻ്റെ സാലറി റേഞ്ചൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 20 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള അത്രയും സീനിയർ ആയിട്ടുള്ള അധ്യാപകർ പോലും വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ അവർ തന്നെ അവർക്ക് വെച്ചൊരു ലിമിറ്റതാണ്. കാരണം അതിലപ്പുറത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലല്ലേ ബാക്കി നടക്കുള്ളൂ. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ കൊടുക്കുന്നത് അത്രയാണ്. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെയാണ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് ചെയ്യുന്ന ജോലി, ഇനി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോവാണ്. സ്വാഭാവികമായിട്ടും അവിടെ വളർച്ച ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഒരു ബാരിയർ വെക്കുക എന്ന് പറയുന്നത് വളർച്ചനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നേരെ മറിച്ച് ഇവർ ചിന്തിക്കുകയാണ്, എനിക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനൊരു നല്ല ടീച്ചറാണെന്ന് എനിക്കറിയാം, എനിക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്വയം വലുതാവാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. രണ്ടാമത്തേതായിട്ട് ചെയ്യുന്ന കാര്യവും എത്തേണ്ട ഗോളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് അയാളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെക്കാം. പക്ഷെ ആ സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള ഡ്രീമിലേക്ക് വേണ്ടിയിട്ട് ഒന്നും അയാൾ ചെയ്യുന്നില്ല. ഒരു ഡ്രാമ പോലും കാണുന്നില്ല, അല്ലെങ്കിൽ ഡ്രാമയിൽ പോലും അഭിനയിച്ചിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല അതിലേക്ക് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഗോളും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ചെയ്യുന്ന കാര്യവും ഗോൾസും തമ്മിൽ ബന്ധം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് വേണ്ട കാര്യങ്ങളായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മൂന്നാമതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുന്നൊരു സാധനമാണ് സമയം അഥവാ ടൈമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കും ഭയങ്കര ലാവിഷാണല്ലോ നമ്മളൊക്കെ ടൈമിൻ്റെ കാര്യത്തിൽ, ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ ടൈം ഭയങ്കര ലിമിറ്റഡ് ആണ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞ ഓരോ നിമിഷത്തിനും വലിയ വില ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, 9:30 മണിക്കൊരു മീറ്റിംഗ് വെച്ചാൽ 10:30 കയറി വരുന്ന, അല്ലെങ്കിൽ 10 മണിക്കൊരു പരിപാടി വെച്ചാൽ 11 മണിക്ക് കയറി വരുന്ന, അങ്ങനെ കുറേ ആളുകൾ നമ്മൾ കാണുന്നുണ്ടാവും, തീരെ പങ്ക്ച്വലല്ലാത്ത ആളുകൾ. സത്യത്തിൽ മറ്റുള്ളവരുടെ ടൈമിൻ്റെ വാല്യൂ കൂടെ കളയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ടൈം പറഞ്ഞാൽ നമ്മളൊരാൾക്കൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ടൈമിൽ അവിടെ എത്തുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അങ്ങനെ കാണുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ടൈമിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ടൈമിൻ്റെ ഒരു വാല്യൂ അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരാനുള്ള കഴിവില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ നാടിനെ കോവിഡ് പിടിമുറുക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രധാനമായിട്ടും ഓഫ്ലൈൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അവിടെ നമുക്ക് പിടിച്ചു നിർത്താനായത് എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ സമയത്തും എന്താണോ ആവശ്യം അതിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഗ്രോത്ത് എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചില അധ്യാപകരൊക്കെ കാണാം, വളരെ പഴയ അധ്യാപകരൊക്കെ കാണാം, അവർ പഠിച്ചൊരു കാലത്ത് സിലബസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ പഠിച്ച കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നോട്ട്സ് വെച്ചിട്ട് ആ പണ്ടത്തെ ഒരു രീതിയിൽ ആ ഒരു സർവീസിൽ തുടങ്ങിയ കാലം മുതലുള്ള ആ ഒരു നോട്ട്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുക. ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കൂടുതലായിട്ട് എന്ത് പഠിക്കാൻ പറ്റുമെന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ മാറുമ്പോൾ മാത്രമേ അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. മറ്റു 2 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യാനുള്ള കാര്യങ്ങൾ നീട്ടി വെച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നീട്ടി വെക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഒരു ശീലമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക്, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക്, ഇത് നമ്മളിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷെ ആ ടെൻഡൻസിയെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് വിഷയമായതുകൊണ്ട് പടക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്തായാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്തിട്ട് നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ കൂടെ, അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ശീലത്തിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സ്ക്യൂസ് എന്ന് പറഞ്ഞത്. ഓരോ കാര്യത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ബിസിനസ് വളരാത്തതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് മോശമാണെന്ന് പറയാം,
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയാവുന്നില്ല എന്ന് കുട്ടി പറയാം. ഇങ്ങനെ ഓരോ കാര്യത്തിനും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശീലം നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ഒരു ശീലമാണ്. നമ്മളൊക്കെ വീട്ടിൽ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഈ കുട്ടിയുടെ കാലൊന്ന് മേശയിൽ പോയിട്ട് ഇടിച്ചു വന്ന് വെക്കാം, ടേബിളിൽ പോയിട്ട് ഒന്ന് ഇടിച്ചു വന്ന് വെക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട ആ ടേബിളിനിട്ടൊരു അടി കൊടുക്കും അല്ലേ. എന്തിനാ എൻ്റെ കുട്ടീനെ അടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരു ടെൻഡൻസി എന്താ, എപ്പോഴും എന്ത് സംഭവിച്ചാലും നേരെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ മേല് കൊണ്ടുപോയിട്ടുണ്ട് കെട്ടി വെച്ചാൽ മതി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മൈൻഡിൽ എന്ത് വന്നാലും എന്താ ചെയ്യേണ്ടത്, മേശക്കിട്ട് അടി കൊടുക്കുന്നത് പോലെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തലയിലേക്ക് കെട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം കുട്ടി ജീവിതത്തിൽ പഠിക്കുന്ന ഒരു പാഠമായിട്ട് മാറും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു പ്രശ്നമാണിത്. നമ്മളിങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്താൻ പഠിക്കും. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചെറിയ അനിയനുണ്ട്, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കാവുമല്ലോ നല്ലത്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അല്ലേ ബാപ്പി, വാ വരുന്ന വീഡിയോയിലിരുന്നോ, വാ പോരെ അവനെ കൊടുന്നേ, വാ വീഡിയോയിലൊന്ന് കാണിച്ചെടുക്കട്ടെ. എൻ്റെ കുട്ടിനെ, ഇതിൻ്റെ കുട്ടിയാണേ, കണ്ടേ ചാറ്റ് എടുത്താ, നീ ഇവിടെ ഇരിക്ക്, ഇത് പറയട്ടെ. അങ്ങനെ ഇവിടെ ഇരിക്കട്ടോ. അപ്പോൾ ഇങ്ങനെ എക്സ്ക്യൂസുകൾ പറയുന്ന പണി നമ്മൾ നിർത്തണം എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, അല്ല അത് നമ്മൾ വേറൊരാളുടെ അടുത്ത് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫ് നല്ലപോലെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മളവിടെ ചിന്തിക്കേണ്ട എന്താണ്, അപ്പം ബിസിനസ്സിൽ ഗ്രോത്തിൻ്റെ വിഷയത്തിൽ സ്റ്റാഫാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പീപ്പിളിനെ ഹയർ ചെയ്യാനുള്ള എന്താണ് വഴി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എക്സ്ക്യൂസസിന് പകരം നമ്മൾ റെസ്പോൺസിബിലിറ്റീസിനെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ആക്ഷൻ എന്നാണ്. നമുക്ക് നല്ല തോട്ട്സ് ഉണ്ടാവും, നല്ല എന്താ പറയുക, എവിടെയാണ് എത്തേണ്ടത്, നല്ല എയിം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, ആക്ഷൻ ഉണ്ടാവില്ല. ആക്ഷൻ എടുത്ത് തുടങ്ങിയേ പറ്റുള്ളൂ. ഒരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് നേടണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാത്തിടത്തോളം നമ്മളിങ്ങനെ ആക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രീം വെച്ച് അങ്ങനെ ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങിയാൽ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പതുക്കെയാണെങ്കിലും എത്ര പതുക്കെയാണെങ്കിലും നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു റിസൾട്ട് അവിടെ ഉണ്ടാവും. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ ഒരു കാര്യത്തോടും താല്പര്യമില്ലാത്തൊരവസ്ഥ ചിലപ്പം കാണും. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണ്ടോ, ഓക്കെ ഞാൻ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യണ്ടല്ലോ, പക്ഷെ ഒന്നിനോട് താല്പര്യമില്ലാതിരിക്കുക. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ മാറണം. കാരണം മനുഷ്യന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു എന്തൂസിയാസമാണ്. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഭയങ്കര എന്താ പറയുക, ഒരു കാര്യത്തെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക, ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു ശീലം മനുഷ്യന്മാരുടെ ഉള്ളിൽ വേണ്ടതാണ്. കാരണം ഇതുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്തിനോടും ഒരു താല്പര്യമൊക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് എല്ലാ കാര്യങ്ങളോടും കുറച്ച് താല്പര്യമൊക്കെ ഉള്ള, കുറച്ച് ആവേശമൊക്കെ ഉള്ള, കുറച്ച് ഇഷ്ടമൊക്കെ ഉള്ളവർ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താണ്. ഇപ്പം മെയിനായിട്ട് എൻ്റെ തോട്ട്സിൽ വന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഗ്രോത്തിലേക്കുള്ള ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരും വീഡിയോകളിൽ കാണാം. അസ്സലാമു അലൈക്കും.